നമസ്കാരം, വിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി മാനേജ് ചെയ്യാനായിട്ട് ഏതൊക്കെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്, നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്താലാണ് വരും ദിവസത്തെ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ സംഭവിച്ച് നമുക്ക് നോക്കാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. 410 ഒരു താഴെ വീക്ക്നെസ് ആണ്. ഓപ്പൺ ചെയ്ത് 410 ഒരു താഴെയാണ്. ഇതൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് കാലാണ്. ജസ്റ്റ് സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. 410 ഒരു താഴെയാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം 390 അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നിലനിൽക്കുന്നുണ്ടോ നോക്കാനാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. 410 ഒരു താഴെ നിലനിന്നതിന് ശേഷം 365 സപ്പോർട്ട് വരെ എക്സാക്റ്റ് ആയിട്ട് 365 സപ്പോർട്ടിൽ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് നോക്കിയാൽ നമ്മൾ പറഞ്ഞിരുന്നു തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത് എന്തിനാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മളത് നൽകുന്നത്. വീണ്ടും തിരിച്ച് 410 മുകളിലേക്ക് കയറിയ ബൈർ ഓപ്പർച്യൂണിറ്റി ആണ്. അല്ലെങ്കിൽ 23,450 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി ആണ്. 450 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കാലിലാണ് ഈ ഒരു കാലില്. 450, 488 ഒരു റേഞ്ച് ആയിരിക്കുമെന്ന് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. 487 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു കാലിലാണ് ഈ ഒരു കാലില്. അപ്പൊ അതിനുശേഷം മാർക്കറ്റിൽ സംഭവിച്ചു നോക്കുക. റെസിസ്റ്റൻസ് 23,565 നമ്മൾ സൂചിപ്പിച്ചായിരുന്നത്. 560 അടുത്ത് വരെയാണ് ഇന്ന് ഹൈ വന്നിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന് അനുസരിച്ചുള്ള വർക്കിംഗ് ശ്രദ്ധിക്കാം. കാരണം മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. മാർക്കറ്റ് ഒരു കോംപ്ലിക്കേറ്റഡ് മാർക്കറ്റ് ആണ്. ഇത് നമ്മൾ ഇങ്ങനെ തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുക. ചില മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഫിൻ നിഫ്റ്റിയുടെ ഒരു കേസിലായാലും ബാങ്ക് നിഫ്റ്റിയുടെ കേസിലായാലും നമ്മൾ തൊട്ടടുത്ത റെസിസ്റ്റൻസ് നൽകിയിട്ടില്ല. നിഫ്റ്റിയിൽ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മളത് നൽകുന്നത്, തൊട്ടടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. ഈ സിറ്റുവേഷൻ അതായത് 23,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഇതേ രീതിയിലായിരിക്കും ട്രേഡിങ്ങിന്റെ അപ്ഡേറ്റുകൾ നൽകുന്നത്. കാരണം 23,200 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവല്. ഇതാണ് ശരിക്കും ആക്ച്വലി ബയേഴ്സിന്റെ ഒരു സ്റ്റോപ്പ് ലോസ്. അല്ലാതെ 23,500 23,600 അല്ല സ്റ്റോപ്പ് ലോസ്. റൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വരേണ്ടത്. പൊസിഷനലി ബൈയുടെ സ്റ്റോപ്പ് ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാത്രമാണ് വീക്ക്നെസ്. ഇതിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തിയാൽ മാത്രമാണ് വീക്ക്നെസ്. പക്ഷേ 23,200 താഴെ നിന്നാലും ഇൻട്രാഡേയിൽ തിരിച്ചിത് ബൗൺസ് ചെയ്യും. നെക്സ്റ്റ് ഡേ ഒരു ക്ലോസിംഗിൽ മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ എപ്പോഴും നല്ല ബൈ എപ്പോഴും മാർക്കറ്റിൽ സംഭവിക്കേണ്ടത് നല്ല റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്ത് നിന്നാണ് ബൈ. കാരണം ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ഒരിക്കലും ഹയർ ലെവലിൽ നല്ല ബൈ, ബ്രേക്ക്ഔട്ട് ബൈ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് സെന്റിമെന്റിൽ ബ്രേക്ക്ഔട്ട് ബൈ വർക്ക് ചെയ്യില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ് സപ്പോർട്ട്, അതുകൊണ്ടാണ് റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്ത് നിന്നൊക്കെ നിഫ്റ്റി ഒക്കെ ബൗൺസ് നടത്തുന്നത്. എപ്പോഴും മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് മാനേജ് ചെയ്യുക. ബ്രേക്ക്ഔട്ട് സിറ്റുവേഷൻ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ അത് കിട്ടില്ല റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്ത്. അപ്പോൾ വരും ദിവസങ്ങളായാലും റൈറ്റ് ഒരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്നുള്ള ഒരു ബൈക്കാണ് കൂടുതൽ. കാരണം ഞാൻ അതിൽ ഈ മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ടാണ് പറയുന്നത്. മാർക്കറ്റിന്റെ എപ്പോഴും നമ്മൾ ആ ഒരു ഹയർ ലെവലൊന്നും ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് അത് സക്സസ് ആവില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ ഹയർ ലെവൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ കിട്ടുന്ന ഒരു സമയത്താണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത് ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ്. കാരണം മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് അങ്ങനെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏതാണ്, ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ്, സപ്പോർട്ട് ഏതൊരു ലെവലിൽ നിന്നാണ് നിഫ്റ്റിയുടെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി, ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ സാധ്യത എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് ലോവർ ലെവല് ഈ ഒരു ഏരിയകളൊക്കെ ശ്രദ്ധിക്കുക. 400, 330, 200, 23, 200 ഈ ഏരിയകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇൻ കേസ് ഇതിന്റെ ഒരു താഴത്തേക്ക് വന്ന് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഷോർട്ട് സെൽ അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. 200 താഴെ വന്ന് വീണ്ടും 200 മുകളിൽ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം. കാരണം ഇത് സ്ട്രോങ് ആയിട്ടൊരു ലെവലാണ്. ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ടായാലും വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇതിന്റെ താഴെ വന്നിട്ടായാലും തിരിച്ചിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുമ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയാലും അങ്ങനെയാണ് മാർക്കറ്റ് അത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ അടുത്തുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസും ഏതാ നമുക്ക് നോക്കാം.
റൗണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്ലാൻ നൽകുന്ന പോലെ റൗണ്ട് മാർക്ക് ചെയ്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. നിഫ്റ്റി 23,365 585 ഇടയിലാണെങ്കിൽ ട്രേഡിങ് അവോയ്ഡ് ചെയ്യുക. കാരണം ഈ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്താൽ മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോഴും 23,565 ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് വരുന്നത്. 620 അടുത്ത റെസിസ്റ്റൻസ്. ഇൻ കേസ് 23,585 മുകളിൽ ഓപ്പൺ ചെയ്തു സഡൻ ആയിട്ടുള്ള ഒരു ഫാൾ വന്നു, ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ 23,565 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 585 ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. അതിനുശേഷം സപ്പോർട്ട് കാണുന്ന 520 അടുത്താണെങ്കിൽ സപ്പോർട്ട് കാണുന്ന 520 490 റേഞ്ച്. ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി 520 ബ്രേക്ക് ചെയ്താലല്ല 490 ബ്രേക്ക് ചെയ്താൽ. ഷോർട്ട് സെല്ലിൻ്റെ ഓപ്പർച്യൂണിറ്റി ഹയർ ലെവലിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തു 635 ബ്രേക്ക് ചെയ്താലല്ല 620 ബ്രേക്ക് ചെയ്താൽ. 635 620 ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈക്കാണ് സാധ്യത. അതുപോലെ തന്നെ ലോവർ ലെവൽ സപ്പോർട്ട് നമുക്ക് നോക്കാം. ലോവർ ലെവൽ 440 സപ്പോർട്ട് കാണുന്നത്. പിന്നെ സപ്പോർട്ട് കാണുന്നത് 440. ഈ ഒരു ലെവലാണ് ഞാൻ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷമായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 23,380 400 400 താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 380 സപ്പോർട്ട് 365 സപ്പോർട്ട് റേഞ്ച് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ മുൻപ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. 335 330 335 23,320 പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലെവലൊക്കെ എത്തുന്ന ഒരു സമയത്ത് ബൗൺസിനാണ് കൂടുതൽ സാധ്യത. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു ഏരിയ എന്നൊക്കെ ഇൻകേസ് താഴത്തേക്ക് പോയാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ഏരിയ എന്നൊക്കെ ബൗൺസ്, അതായത് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്നൊക്കെ നല്ല ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. സ്റ്റിൽ 23,200 ക്ലോസ് ലെവൽ നിലനിൽക്കുന്ന വരെ മാത്രമാണ് ഇതേ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആകും. ഫിനിഫ്റ്റി നമുക്ക് നോക്കാം. ഫിനിഫ്റ്റി ഒക്കെ എക്സാക്റ്റ് ആയിട്ട് ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ 22,840 ബ്രേക്ക് ചെയ്തെങ്കിലും തിരിച്ച് ഈ ഓപ്പണിംഗ് ക്യാൻഡിലിനെ തിരിച്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. നമ്മൾ ഫിനിഫ്റ്റിയുടെ സിറ്റുവേഷനിൽ ശ്രദ്ധിച്ചോ, നമ്മുടെ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് തൊട്ടടുത്ത റെസിസ്റ്റൻസുകളല്ല, കുറച്ചൊരു ഹയർ ലെവലാണ് റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. കാരണം അടുത്ത റെസിസ്റ്റൻസ് സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് വരെ പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റി ആയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക 51,130. ഇന്നത്തെ ലോ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക 51,130. 51,130 ഹോൾഡ് ചെയ്തുകൊണ്ട് 51,130 അല്ല ലോ വന്നിരിക്കുന്നത് 51,138. 51,300 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. ഇവിടെ 51,300 മുകളിലേക്ക് ഈ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം അടുത്ത റെസിസ്റ്റൻസ് വരെയാണ്. എക്സാക്റ്റ് ആയിട്ട് 51,620 വരെ ഒരു ബൗൺസ് ബാങ്ക് നിഫ്റ്റിയിൽ റൈറ്റ് ബൗൺസ് ആയിരുന്നു. ഈ 51,620 മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ശ്രദ്ധിക്കുക, ആ ക്യാൻഡിൽ താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ദിവസങ്ങളിൽ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ശ്രദ്ധിക്കുക. ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് 51,600 51,800 എന്ന് പറയുന്ന റേഞ്ചാണ് കാണുന്നത്. ഈ ഒരു റേഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് 51,800. ഈ ഒരു രണ്ട് റേഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഷോർട്ട് സെല്ല് 51,600 താഴെ. 51,510 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. 510 സപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം 280 സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം 51,130 സപ്പോർട്ട്. ഇന്ന് നൽകിയിരിക്കുന്ന സെയിം സപ്പോർട്ട് ഇന്ന് ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് ബൗൺസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 51,040. അതിനുശേഷം സപ്പോർട്ട് 50,90 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ട് നമുക്കൊരു തൊട്ടടുത്തൊരു റേഞ്ച് സപ്പോർട്ടല്ല, നമുക്കൊരു റേഞ്ച് ആയിട്ട് വരുന്നത് 51,600 800 ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റി റെസിസ്റ്റൻസ് 23,110, അതുപോലെ തന്നെ 23,030. 23,030 ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ഈ ഒരു രണ്ട് റേഞ്ചും സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 23,30 താഴെ പിന്നെ സപ്പോർട്ട് കാണുന്നത് ചിലപ്പോൾ ഒരു വോളറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഒരു മൂവ്മെന്റ് ആയിരിക്കാം. എന്നിരുന്നാലും
വീണ്ടും 830 തന്നെയാണ് സപ്പോർട്ട് കാണുന്നുള്ളൂ. ലോവർ ലെവലിലേക്കാണ് സപ്പോർട്ട് കാണുന്നത്. അതായത് റൈറ്റ് ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാനുള്ള സപ്പോർട്ടാണ് പറയുന്നത്. 22,830, 765, 765 ഹോൾഡ് ചെയ്തുകൊണ്ട് 830 മുകളിലേക്ക് വീണ്ടും സസ്റ്റെയിൻ ചെയ്യണം ബൈക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ. ഇപ്പോൾ നിഫ്റ്റി ആയാലും ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലാണ് ചെയ്യുന്നതെങ്കിൽ താൽക്കാലികമായിട്ട് ഒരു ബൗൺസ് ചെയ്താലും റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതിനനുസരിച്ച് തീരുമാനം എടുക്കുക. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി ആയാലും ഇത്ര ലെവൽ ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ട് ട്രെൻഡ് നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ അവസരങ്ങളായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.